ബൂസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലൈക്ക് പറഞ്ഞ ലൈക്ക് പറ എങ്ങനെയാ അത് പരിപ്പാടാ ഉഴുന്നുവട ഹായ് ബോൾട്ടോ ഉഴുന്നുവട ഉഴുന്നുവല്ല ഉഴുന്നുവട. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ടോപ്പിക് വെച്ചാൽ 24 hours ഇൻ തട്ടുകട ചലഞ്ചാണ് നമ്മളും ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് യൂട്യൂബിൽ തന്നെ ആരും ചെയ്തില്ല തോന്നുന്നു ഗൈസ്. ഞാൻ നോക്കിയ സമയത്ത് ആരും കണ്ടിട്ടില്ല. ഇനി ആരും ചെയ്തിട്ടില്ലെങ്കിൽ ക്ഷമിക്കുക ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. 24 hours ഓൺലി ഈറ്റിംഗ് തട്ടുകട ഫുഡാണ്. അപ്പോൾ 24 മണിക്കൂർ നമ്മൾ തട്ടുകടത്തെ ഫുഡ് മാത്രമേ കഴിക്കും. അപ്പം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് കിടക്കാം. ഇൻട്രസ്റ്റിംഗ് വീഡിയോ തന്നെയാണ്. കിട്ടുന്ന ഫൺ എൻ്റർടൈൻമെൻ്റ് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ കാര്യം വെച്ചാൽ ഇത് നമ്മൾ നീട്ടി അങ്ങ് വലിച്ചെടുത്തിട്ടില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഡേയുടെ പകുതി ഭാഗം നമ്മൾ സ്കൂളിൽ തന്നെയാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് വലിയ വീഡിയോസും കാര്യം എടുക്കാൻ പറ്റിയില്ല. അപ്പം ടൈം ലാപ്സും കാര്യമൊക്കെ വളരെ കുറവായിരുന്നു. എന്നാലും നമ്മൾ വീഡിയോ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ശ്രമിച്ചിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെഡും കൂടി എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഇത് ഫൈനലി ഒരു കട കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഒരുപാട് നടന്നു. കാരണം വെച്ചാൽ എനിക്ക് രാവിലെ ഓപ്പൺ ചെയ്ത ഒരു കട പോലും ഉണ്ടായിരുന്നില്ല. ആകെ ഇത് നമ്മുടെ മീൻ മാർക്കറ്റിന് മുമ്പേ അവർക്ക് വേണ്ടി ചായ കുടിക്കാൻ വേണ്ടി തുറക്കുന്ന പീടിയായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് ഫൈനലി കിട്ടി. അങ്ങനെ ഞാൻ അവിടെ പോയി അവിടെ നിന്ന് ഒരു ബ്രെഡ് പൊരിച്ചാണ് ഞാൻ പറഞ്ഞത്. ബ്രെഡ് പൊരിച്ചും ചായയും പെട്ടുണ്ട്. എനിക്ക് അത്രത്തോളം രാവിലെ മതി. അത്ര ഫുഡ് ഞാൻ കഴിക്കാറ് രാവിലെ. അപ്പോൾ അതും കൂടെ കഴിച്ചിട്ടാണ് നമുക്ക് ഇനി നേരെ വീട്ടിലേക്ക് പോകാനുള്ളത്. ഇതാ ചായ എത്തിയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ രാവിലത്തെ ചായ കുടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ 24 hours ഫസ്റ്റ് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കി എനിക്ക് വിശക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഓക്കെ, അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. സോ ഗൈസ്, വീട്ടിലേക്ക് പോകുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ തരാം. ഈ ആപ്ലിക്കേഷൻ ചോദിച്ചാൽ ഇൻ ഫണ്ട് എന്നാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കാൻ മടിയിലാണെന്ന് നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഞാൻ കൂടുതൽ ലിങ്ക് തൊട്ടാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പോഴായിട്ട് ഫോൺ നമ്പറും നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ OTP ഒരു പാസ്വേഡും ഒരു ഇൻവിറ്റേഷൻ കോഡും അടിച്ച് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സൈനപ്പ് ബോണസ് അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ബോണസ് 50 രൂപ കിട്ടാൻ ഞാൻ പറഞ്ഞു തരാം. ഗൈസ്, പ്രൊഫൈലിൽ ഇപ്പോഴായിട്ട് നിങ്ങൾക്ക് ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് സർവീസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓതറൈസ് നൗ ഉണ്ടാവും. അപ്പോൾ ഓതറൈസ് നൗ ചെയ്യണം. അപ്പോൾ അവിടെയായിട്ട് നിങ്ങളുടെ ഫുൾ നെയിമും വാട്സപ്പ് നമ്പറും കൊടുത്താൽ നിങ്ങൾക്ക് ഓതറൈസ് ചെയ്ത് നിങ്ങൾക്ക് 50 രൂപ അവിടെ ബോണസായി കിട്ടുന്നതായിരിക്കും. ഗൈസ്, ഇപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പഠിക്കുന്ന വേണ്ട കാര്യം ബിസിനസ് ലൈസൻസിൻ്റെ ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അവിടെയായിട്ട് അവർക്ക് കിട്ടിയ ലൈസൻസും കാര്യം കാണിക്കുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് സർട്ടിഫൈഡ് ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയായിട്ട് ഇൻവൈറ്റ് ഫ്രണ്ട്സ് ടു ഏൺ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിന് 50 രൂപയും 2 ഫ്രണ്ടിന് 390 രൂപയും 3 ഫ്രണ്ടിന് 1200 രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഫ്രണ്ടിനും വെച്ച് അവർ കളിക്കുന്നതിൻ്റെ എമൗണ്ട് നിങ്ങൾക്ക് വിഹിതം കിട്ടുകയും നിങ്ങൾക്ക് റഫറൽ ബോണസ് ലഭിക്കുകയും ചെയ്യും ഗൈസ്. ഗൈസ്, അപ്പോൾ അവിടെ സൈൻ ചെയ്യുന്നിടത്ത് നിങ്ങൾ എവരി ഡേ സൈൻ ചെയ്യാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും ഒരു 19 രൂപ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ദിവസവും സൈൻ ചെയ്തതിലൂടെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ റെഫർ ചെയ്തുകൊണ്ട് എമൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലോഡ്സ് ഓഫ് മണിയാണ് നിങ്ങൾക്ക് ദിവസേന കിട്ടുന്നത്. ഗൈസ്, അപ്പോൾ ഇത് എങ്ങനെ കളിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഇൻവെസ്റ്റ് ആവുന്നില്ലത്. അപ്പോൾ അവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനു മുമ്പ് നമുക്ക് റീചാർജ് ചെയ്തിട്ട് വരാം ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രൊഫൈലായിട്ട് റീചാർജിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ UPI ഒക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം മിനിമം ബാലൻസ് ഇട്ടാൽ 1000 rupees തന്നെയാണ്. അപ്പോൾ നമ്മൾ റീചാർജ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ റീചാർജ് ആയിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ QR കോഡ് യൂസ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇനി എങ്ങനെ ഞാൻ കളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടേക്ക് 1 day ചലഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ദിവസം 25 രൂപ വെക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു 25 രൂപ ഇങ്ങോട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. പക്ഷേ 1 day കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു 7 day ചലഞ്ച് ഉണ്ട്. അതെന്താ വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം 140 രൂപ വെച്ച് അങ്ങനെ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 daysനകത്ത് നിങ്ങൾക്ക് 980 രൂപ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് 7 days ചലഞ്ച്. അങ്ങനെ ഒരുപാട് എമൗണ്ട് കൂടുതലും ദിവസം കൂടുതലുള്ള എമൗണ്ടും കാര്യമുണ്ട്. നിങ്ങൾക്ക് അതിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ ചിലപ്പം 10,000 10,000 ഒക്കെ ലഭിക്കാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇത് തീം വെച്ചാൽ ഒരു വാഹനത്തിൻ്റെ തീമിൽ ഇവർ മെയ്ഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻവെസ്റ്റിനാവുന്ന ഇവിടെ ക്ലിക്ക് ചെയ്താണ് നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽസും കാര്യമൊക്കെ കാണിക്കും. എത്ര ദിവസം കൊണ്ട് എത്ര എമൗണ്ട്, ഒരു മണിക്കൂറിൽ എത്ര എമൗണ്ട് കാണിക്കും. അപ്പോൾ അത് പിടിച്ച് ക്ലിക്ക് ചെയ്ത ശേഷം ഇൻവെസ്റ്റിനാവുന്നതിൽ പിടിച്ച് ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും കേസ്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ വന്നിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് റീചാർജിൻ്റെ സൈഡിൽ തന്നെ ഒരു വിഡ്രോയിൽ ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം അത് പിടിച്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ അഡ്രസ്സ് ഒരു ബൈൻഡ് ചെയ്യാൻ പറയും ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അത് ബൈൻഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര എമൗണ്ടും കാര്യമൊക്കെ അടിച്ചു കൊടുക്കുക, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേസ്. ഓക്കെ, സോ ഗൈസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ്സും കാര്യമൊക്കെയാണ്. നിങ്ങൾക്ക് വിഡ്രോ ഒക്കെ ഈസിയായി ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകാൻ ടൈമായി. ഇപ്പോൾ ഏകദേശം 8:30 ആയിട്ടുണ്ട്. നമുക്ക് നേരെ പോകാം. വെയിറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇതേ ഗൈസ് ബാഗൊക്കെ എടുത്തു. നമുക്കിനി നേരെ വിടാം. ടൈമായി. ഇപ്പം നമ്മൾ രാവിലത്തെ മറ്റേ ചായ കുടിച്ച ശേഷം കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയ ശേഷമാണ് നമ്മളിപ്പം ഇതിട്ട് സ്കൂളിലേക്ക് പോകാൻ പോകുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഇനി ചായ കുടിക്കേണ്ടത്. അല്ല, ചായ അല്ല, ചോറ് വയ്ക്കണം. ഉച്ച 12:30 നമുക്ക് സ്കൂളിടും. അപ്പോൾ ഇന്ന് ജുമ ഉണ്ട്. ജുമ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ പള്ളിയിലൊക്കെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം കൈസ് എവിടെ നിന്നാണ് ഫുഡും കഴിക്കുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ വീടിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ സ്കൂൾ വന്നുകൊണ്ട് നമുക്ക് സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകാം. ഇപ്പോൾ ഏകദേശം 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പം 12:30 വിടും. അത് വിട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് തന്നെ വരാം കേസ്. ഓക്കെ, അപ്പോൾ എമൗണ്ടും കാര്യമൊക്കെ ഞാൻ ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട് കേസ്. നമുക്ക് നേരെ സ്കൂളിലേക്ക് വിടാം. ബാഗും കാര്യമൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ സ്കൂളിൽ പോകാം കേസ്. ഓക്കെ, മാസ്ക് എടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ ഗൈസ്, മാസ്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് വീണ്ടും പോകാം. അയ്യോ, രണ്ടാമത് വരേണ്ട വന്നു. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ആരുടെ കിടിയാണല്ലേ. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഉച്ചക്ക് ഫുഡ് കഴിക്കേണ്ടത്. അതായത് തട്ടുക പോലെ സ്ഥലം തന്നെയാണ്. ഗൈസ്, അങ്ങനെ ചോറൊക്കെ കഴിച്ച് പുറത്ത് ചെയ്യുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ ഇത് നല്ല ശരം പോലത്തെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് വിടാൻ കഴിയും. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് ഞാൻ വീട്ടിലേക്ക് വന്ന് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നെങ്കിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ തട്ടടയിൽ കയറിയിട്ട് നമ്മൾ ഫുഡും കാര്യമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ സമയം വെച്ചാൽ ഇപ്പോൾ സമയം ഏകദേശം കുറച്ച് സമയം വീട്ടിലൊക്കെ ഇരുന്ന് ഫോണൊക്കെ വാങ്ങിയ സമയത്ത് ഇപ്പോൾ ഏകദേശം 4 മണിയായിട്ടുണ്ട്. നമുക്കതിന് ചായയുടെ ടൈമാണ്. ചായയും രാത്രിത്തെ ഫുഡ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പം അതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ പ്ലാന്. ഇനി നമുക്ക് നേരെ നമ്മുടെ ചായ കുടിക്കാൻ തട്ടടയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് വേറൊരു സ്പോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. അവൻ നോക്കാം ഗൈസ്. ഓക്കെ, ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരോട്ട ചായ കുടിച്ചിട്ട് കാലിക്കട്ടിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ 2 ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എന്തായാലും കാണിക്കാം. ഇപ്പോൾ നമ്മളുള്ള വെച്ചാൽ നമ്മുടെ ഹൈവേയുടെ സൈഡിൽ അച്ചായൻസ് തട്ടുകടയിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്.
എന്നിട്ടാ ഹലോ എനിക്ക് രണ്ടാൾക്ക് ചായ അല്ലേ? 2 ചായ ബൂസ്റ്റ് ഉണ്ടോ? ഒരു ബൂസ്റ്റ് ബായ് ബൂസ്റ്റ് ഇട്ടിക്കുന്ന വീഡിയോ ഒന്ന് കഴിച്ചിട്ട് കാണാൻ പോകുന്നത്. മാസ്ക് വേണ്ട, ഫേമസ് ആവണ്ടേ? മേത്തെ സബ്സ്ക്രൈബർ 25K സബ്സ്ക്രൈബർ. ബോണ്ട വേണ്ട വാ, ബോണ്ടിന്റെ പറഞ്ഞില്ല. ഫുഡ് പറഞ്ഞ ഇതെല്ലാം ചിക്കൻ കട്ട്ലറ്റ്, പിന്നെ ഇതിനെന്ത് പേര്? പരിപ്പാടാ, പിന്നെ ഉഴുന്നുവട. ഉഴുന്നുവട ഉഴുന്നുവട ഒന്നും കൂടിയോ? ഉഴുന്നുവട പറ, ഉഴുന്നുവട. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറ, ലൈക്ക് ചെയ്യണമെന്ന് പറഞ്ഞ ലൈക്ക്. ആ പറ, എങ്ങനാക്ക് കട്ട്ലറ്റ്. എന്ത് വേണ്ടി എടുത്തോ? 2 കട്ട്ലറ്റ്. കട്ട്ലറ്റ് ദോ, പ്ലേറ്റ് ഒന്നും വേണ്ട, കൈ കൊണ്ട്. മലയാളി കളിയായി മനസ്സിലായി. ഹായ് ബോൾട്ടോ. വാ നൂറുവിന്റെ എനിക്ക് വേണ്ട. ചോട്ടു ചോട്ടു ബായ് ഹായ് പറയാ പറഞ്ഞു. ഹായ് പറയണ എല്ലാം താഴെ അങ്കൂതി റൂസ് അടിക്കുമല്ലോ. ഇത് ക്യാമറ വരാത്ത ആള്. ഹായ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും വാങ്ങ. അത് പോന്നു. ഉഴുന്നുവട അതുപോലെ ഉഴുന്നുവല്ല ഉഴുന്നുവട. അയാൾക്ക് തല്ലിട്ട് വൈറസ് ഗൈസ്. വൈറസ് എല്ലാത്തിനും ഉണ്ടായിട്ട് അധികം വീഡിയോയില്. ന്യൂ കുളിപ്പിണ്ട, അഞ്ചിന്റെ കുളിപ്പിണ്ട. ന്യൂ കുളിപ്പി തന്നെയാ ഒരു കാണിച്ചു. 2 മാസത്തെയാ ഒരു 5ന്റെ കുളിപ്പില്ലേ? ആ അങ്ങനെ പറഞ്ഞാൽ മതി. അത് 25. നല്ല ഫുഡാണ്. ഇതെല്ലാം ഐസ് അധികം ആണല്ലോ. പ്രൊമോട്ട് ചെയ്യുന്നോണ്ട് ഇത് വീഡിയോ ഒരു പൈസ കൊടുക്കാല.
ഇതിപ്പോൾ ഞാൻ ചായയും കുടിച്ച് ഞാനും എൻ്റെ ഫ്രണ്ട്സ് നേരെ ക്ലബ്ബിലേക്ക് ഇട്ടു. അപ്പോൾ ക്ലബ്ബിലിവിടെ കുറേ ആൾക്കാർ ക്യാരംസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്നെ കളിക്കാനറിയില്ല, ഞാൻ കുറച്ച് വീഡിയോസും കാര്യമൊക്കെ എടുത്തായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സും കാര്യമൊക്കെ കളിക്കുന്നൊരു ചെറിയൊരു മോണ്ടേജ് എനിക്ക് സെറ്റാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നേരെ കണ്ടിച്ചു പോവാം. എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ വെച്ചാൽ നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു തട്ടുകടയാണ്, വാഹനത്തിൽ നടന്നുകൊണ്ടും തട്ടുകടയാണ്. അപ്പോൾ അവിടെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഓർഡർ ചെയ്ത് വെച്ചാൽ നമ്മുടെ മിക്സാണ്, എഗ് മിക്സാണിത്. അപ്പം കുറഞ്ഞ ചിലവിൽ നമുക്ക് എഗ് മിക്സ് കിട്ടും ഇവിടെ തന്നെ. അപ്പം ചിക്കൻ്റെ സാലഡ് കയറി കിട്ടലാണ്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാനും ഇതിലാച്ചാണ് ഇപ്പോൾ ഉള്ളത്. കാണുന്നില്ല. ടേസ്റ്റിൻ്റെ ഇല്ല ഇങ്ങനെ നല്ല ടേസ്റ്റ്. ഇവിടെ നീ തന്നെ വന്നടാ വീട്ടിലേക്കണേടാ. പോണേ ഇങ്ങനെ ഒന്നുണ്ട്. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ ആക്കുക. ടേസ്റ്റ് എങ്ങനെ നമ്മൾ മൈലിനൊക്കെ അറിയാൻ തോന്നുന്നു. ഇല്ലീഗൽ ബിസിനസ് ചാടി കിട്ടും. ടേസ്റ്റ് ഒന്നും പറയാനുള്ള വിഷയം. എല്ലാവരും വിസിറ്റ് ചെയ്യുക. അച്ചാൻസ് കാലിക്കടവ് തട്ടോട ചന്തേര മായ. ഗൈസ് കാലിയായി, പാർക്കിൽ കിട്ടുന്നില്ല, കാണുന്നുമില്ല. ഭ്രാന്ത് കാണുന്നില്ല. അതാ ലാസ്റ്റ് ഇവൻ്റെ വീട് കുത്തിയാൻ പൊട്ടി. അതെന്താളി പഞ്ചാബ് വെള്ളം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ 24 hours തട്ടുകട എന്നുള്ള ചലഞ്ച് ഇപ്പം അവസാനിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രിയോടെ ഫുഡും കാര്യം കഴിച്ച വീഡിയോസും കാര്യം കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ രാവിലെയാണ് ഇൻട്രോ എടുക്കുന്നത്. അപ്പം സ്കൂളിൽ പോയി വന്നേ ഉള്ളൂ. കാരണം വെച്ചാൽ ഫുള്ള് നനഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ നല്ലൊരു മഴ ഇതാ ഗൈസ് ബാക്ക്ഗ്രൗണ്ടിൽ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയ്ക്കായി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെഡ് കൂടി എൻജോയ് ചെയ്യുക. അപ്പോൾ നല്ല ഇടിക്കാച്ചൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ സൈനിങ് ഔട്ട്.